വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞൻ റിവ്യൂ ആണ്. ടാറ്റ നാനോ LX മോഡലിൻ്റെ 1/18 സ്കെയിലുള്ള ഡൈകാസ്റ്റ് മിനിയേച്ചറാണ് തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ടാറ്റയുടെ ഒഫീഷ്യൽ മെർക്കൻഡൈസാണ്. LX വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഡുവൽ ടോൺ റൂഫും അലോയ് വീലും വരുന്ന മോഡലിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഇതിൽ ബോണറ്റും ഫ്രണ്ട് 2 ഡോഴ്സും മാത്രമാണ് ഓപ്പണബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. ഇവിടെയാണ് അതിൻ്റെ സ്റ്റെപ്പിനി ഏരിയ വരുന്നത്. ബോണറ്റിനുള്ളിൽ ഈ സ്റ്റെപ്പിന് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണിത്. ആ ഒരു റിയർ മിറർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാഷ് ബോർഡ്, സ്റ്റിയറിങ്ങിൽ ടാറ്റയുടെ ലോഗോ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിയറിങ്ങിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് അല്പം ടേണബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു പെഡൽസിൻ്റെ ഒരു ഏരിയയുടെ ഒരു ക്ലോസപ്പ് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പെഡൽസ് ഏരിയ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ, ബ്രേക്ക്, ക്ലച്ച് പെഡൽസ് ഇവിടെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു ബോണറ്റ് ഏരിയ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ആ വയറിങ് പോലും വളരെ കൃത്യമായിട്ട് അതിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു ക്ലിയർ ലെൻസ് ലാമ്പ് നോറം എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു മിനിയേച്ചറാണ്, 1/18 സ്കെയിൽ മിനിയേച്ചർ. ഇനി ആ എൻജിൻ സൈഡ് ഒന്ന് കാണിക്കാം. ഇവിടെയാണ് ടാറ്റ നാനോയുടെ എൻജിൻ വരുന്നത്. ആ സൈലൻസർ ഏരിയ ഒക്കെ നല്ലതായിട്ട് തന്നെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിക്കി ഓപ്പണബിൾ അല്ല. കാരണം അതിന് ഈ ഒരു അവസാന കാലഘട്ടം, എനിക്കൊന്ന് 2013-14 സമയത്താണ് ആ ട്വിസ്റ്റ് എന്ന മോഡലിലൂടെ ഡിക്കി കൂടി ഓപ്പണബിൾ ആയിട്ടുള്ള വേരിയൻസ് അവർ പുറത്തിറക്കിയത്. അപ്പോൾ ഈ ഒരു നാനോ മിനിയേച്ചർ റിവ്യൂ കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു മിനിയേച്ചർ വിശേഷവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.